ദൈവത്തിന്റെ ബലം ദാവീദിന്റെ മേൽ പകർന്നിട്ട് ദാവീദ് എന്താ ചെയ്തത്? ആ സിംഹത്തെയും കരടിയും ഒക്കെ തകർത്ത് കളയുവാൻ ദാവീദിന് സാധിച്ചു. അപ്പോൾ ആടിനെയും രക്ഷിച്ചു. ദാവീദിന്റെ ഒരു ആട് പോലും നഷ്ടമായില്ല. ആടിനെയും രക്ഷിച്ചു. സ്വന്തം ജീവനും രക്ഷിക്കുവാനായിട്ട് ഇടവരുത്തി. അതാരാ ഇടവരുത്തിയത്? ദൈവമായി ഇടവരുത്തിയതല്ലേ? ഇത് ദാവീദ് തന്നെ തിരിച്ചറിഞ്ഞത്. കാരണം ദാവീദിനറിയാം ദാവീദിന്റെ ബലം എത്രത്തോളം ഉണ്ടെന്ന് ദാവീദിനറിയാം. അതുകൊണ്ടാണ് ദാവീദ് ഇത് സ്വന്തം അനുഭവത്തിൽ നിന്ന് എഴുതി വെച്ചതാണ്. ഇനി അതുമാത്രമാണോ? അല്ല. ദാവീദിന്റെ ജീവിതത്തിൽ ഉടനീളം എന്താണ്? ദൈവത്തിന്റെ സംരക്ഷണവും ദൈവം കൊടുത്ത ബലവും മാത്രമായിരുന്നു ദാവീദിന്റെ സമ്പാദ്യം എന്ന് പറയുന്നതല്ലേ? ഗോലിയാത്തിനെ വീഴിച്ചു അല്ലെ? ഗോലിയാത്തിനെ ഒരു കല്ലുകൊണ്ട് വീഴിച്ചു. അത്രയും വലിയ മല്ലനെയൊക്കെ ഒരു കല്ലുകൊണ്ട് വീഴിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവിടെയും ആരാണ്? ദൈവത്തിന്റെ ബലം. ദൈവം ദാവീദിനെ മുന്നിൽ നിർത്തി ദൈവം യുദ്ധം ചെയ്തു ദാവീദിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ദാവീദിന് വേണ്ടി ദൈവം ഇത്രത്തോളം പ്രവർത്തിക്കുവാനുള്ള കാരണം എന്താണെന്നറിയാമോ? ദാവീദ് മനുഷ്യരിൽ ആശ്രയിച്ചില്ല. ദാവീദ് ആരിൽ ആശ്രയിച്ചതും? ദൈവത്തിൽ മാത്രമാണ് ആശ്രയിച്ചതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഇതുപോലെ തന്നെയാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിലും. നമ്മൾക്ക് എന്ത് വിഷയങ്ങൾ വന്നാലും നമ്മൾ ആരിൽ മാത്രം ആശ്രയിക്കണം? ദൈവത്തിൽ മാത്രം ആശ്രയിക്കണം. ലോകം പലതും പറയും, ചുറ്റുമുള്ളവർ പലതും പറയും, കൂടത്തിലുള്ളവർ പലതും പറയും. പക്ഷെ നമ്മൾ ആശ്രയിക്കേണ്ടത് ആരിലാണ്? ദൈവത്തിൽ മാത്രം ആശ്രയിച്ചാൽ മതി. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. അല്ലാതെ നമ്മൾ അവരിലും ഇവരിലും എല്ലാം ആശ്രയിച്ചിട്ട് ദൈവത്തെ വിളിച്ചിട്ട് കാര്യമില്ല. നമ്മളുടെ ആശ്രയം 100% എവിടെയായിരിക്കണം? ദൈവത്തിൽ മാത്രമായിരിക്കണം. ദൈവം നമ്മൾക്ക് ഗൈഡൻസുകളെ തരും. ദൈവം നമ്മൾക്ക് ആലോചനകളെ പറഞ്ഞു തരും. ഏത് വഴിക്ക് നീങ്ങണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ളതൊക്കെ ദൈവം നമ്മൾക്ക് പഠിപ്പിച്ചു തരും. അതുകൊണ്ട് നമ്മളുടെ ആശ്രയം എപ്പോഴും എവിടെയായിരിക്കണം? ദൈവത്തിൽ മാത്രം ആശ്രയിക്കണം. നമ്മൾക്ക് ചുറ്റും പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ശത്രു വ്യക്തികളെ എഴുന്നേൽപ്പിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവർ പോകുന്ന അതേ വഴിയിലൂടെ നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മൾ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചാൽ മതി. ദൈവത്തിൻ്റെ വചനത്തിൽ അങ്ങ് പുകഴുക, ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക. അവർക്ക് ഒരു ക്രിസ്ത്യാനിയുടെ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. വിശ്വാസമില്ല എങ്കിൽ നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് യാതൊരു അർത്ഥവുമില്ല. കാരണം നമ്മളുടെ വിശ്വാസത്തിൻ്റെ പുറത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്. വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ദൈവം പ്രവർത്തിക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മളിൽ ഒന്നാമത് വരേണ്ടത് എന്താണ്? വിശ്വാസം വരണം അല്ലേ? ഈ വിശ്വാസം വന്നു കഴിയുമ്പോഴേ എന്തു വരത്തുള്ളൂ? ദൈവത്തിലുള്ള ആശ്രയം നമ്മളുടെ ജീവിതത്തിൽ വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എത്ര വലിയ വിഷയങ്ങളുടെ മുൻപിൽ നിന്നാലും, നമ്മൾക്കെതിരെ എത്ര വലിയ ബലവാനായ വ്യക്തികൾ എഴുന്നേറ്റാലും, ശക്തികൾ എഴുന്നേറ്റാലും, നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ആരിൽ മാത്രം ആശ്രയിച്ചാൽ മതി? നമ്മൾ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചാൽ മതി. അപ്പോൾ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നുവെന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മളുടെ ആ ഒരു ആശ്രയം വെറുതെ ആകുവാൻ ദൈവം അനുവദിക്കത്തില്ല.